നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ കാരണക്കാരനായ അല്ലെങ്കിൽ കാരണക്കാരിയായ ആ ഒരു തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോ? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ സംഭവിക്കുമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും. എപ്പോഴത്തെയും പോലെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽ വീഡിയോയുടെ അവസാനം കാണുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ട്രൈ ചെയ്യുക. ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻസ് വേണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരവും കണ്ടെത്താൻ സാധിക്കുന്നതുമാണ്. പ്രശ്ന പരിഹാരത്തിനായിട്ട് ബ്രേസ്ലെറ്റ്സും റിച്വൽസുമാണ് നൽകുന്നത്. അത് നിങ്ങളുടെ പേരുപയോഗിച്ച് തയ്യാറാക്കിയിട്ടാണ് നൽകുന്നത്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ടും പേഴ്സണൽ റിച്വൽസിനും ബ്രേസ്ലെറ്റ്സിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ദ ഹെയറോഫന്റ്, 4 of Wands, 7 of Wands, 3 of Cups, the Moon card, 7 of Swords, Queen of Wands, 5 of Wands, the Star card, Knight of Wands, the Hanged Man, 10 of Wands, 8 of Cups, 8 of Swords, Ace of Wands, 10 of Swords, the Judgment card, 2 of Cups. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 9 of Swords ആണ്. ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ലൈഫ് ശരിക്കും സ്പോയിൽ ചെയ്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ഒട്ടും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ അവരുടെ കർമ്മഫലം നേരിടാൻ തുടങ്ങി എന്ന് തന്നെ അർത്ഥം. നിങ്ങളെന്ന വ്യക്തി ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിനെതിരായിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവണമെന്ന് തന്നെ നിങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് തന്നെ നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് ഈ ഒരു തേർഡ് പേഴ്സണിനെ ശിക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഈ ഒരു പിരിയാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മാജിക്ക്, കൂടോത്ര അതുപോലുള്ള എന്തെങ്കിലും ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചെയ്ത ആ ഒരു ബ്ലാക്ക് മാജിക്കിൽ 100 ഇരട്ടിയായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിന് തിരിച്ചടി കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കിനി കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അവർ നേരത്തെ വരെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമായിട്ട് പരസ്പരം സ്നേഹത്തോടെ ഒക്കെ, അതായത് തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി കേൾക്കുന്ന അവസ്ഥ, നിങ്ങളുടെ വ്യക്തി എന്ത് പറഞ്ഞാലും തേർഡ് പേഴ്സൺ കേൾക്കുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവിടെ വലിയൊരു കലഹം ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് നോവിക്കുകയും ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചതിക്കാനും പരസ്പരം ഒറ്റുകൊടുക്കാൻ പോലും മടിക്കാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ പോകുന്നത്. അവർ പരസ്പരം ഇപ്പോൾ ശത്രുത വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യത്തിൽ അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് എന്നും ഇവിടെ പറയാൻ സാധിക്കുകയില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ ആരും തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ വ്യക്തിക്കുള്ള മറ്റൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരും ആയിക്കോട്ടെ, ആ ഒരു തേർഡ് പേഴ്സൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അവർക്ക് പലപ്പോഴും പല ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് അവർക്കൊരു ക്യാരക്ടർ ഇല്ലാത്തൊരവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കൊണ്ടിട്ട് അവർക്ക് തന്നെ
സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു തേർഡ് പേഴ്സണിന് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് മാനസികമായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏതൊക്കെയോ കൗൺസിലേഴ്സിൻ്റെ അല്ലെങ്കിൽ കുറച്ച് അവരുടെ വയസ്സിന് മൂത്ത ആൾക്കാരുടെയൊക്കെ ഉപദേശം തേടുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. കാരണം അവരിൽ നിന്നും വരുന്ന, അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പം നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം വളരെ കഷ്ടത നിറഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക അസ്വസ്ഥതകൾ, ശാരീരികമായിട്ട് വയ്യാഴിക, അസുഖങ്ങൾ വരിക, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരിക, അവർക്ക് വരാനിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളിലെല്ലാം തടസ്സം വരിക. ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ശരിക്കും ഒരു ജയിലിൽ അകപ്പെട്ട ഒരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അവർ ആ ഒരു കാര്യം ഇവർക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവരെന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത്. കാരണം നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ജീവിതം നശിക്കുവാനും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ടും വളരെ വലിയ രീതിയിലുള്ള ബ്ലാക്ക് മാജിക്കോ എന്തൊക്കെയോ പ്രാർത്ഥനകളും ഒക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ നടത്തിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന് തന്നെ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. സ്വസ്ഥമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പരിചയപ്പെടുന്നവരെല്ലാവരും അവരെ ചീറ്റ് ചെയ്യുന്നു. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ആരെയൊക്കെ പെടുന്നുവോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഈ ഒരു തേർഡ് പേഴ്സണിനെ ചീറ്റ് ചെയ്യുന്നു, പല രീതിയിൽ ചതിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു 4 വശത്തുനിന്നുമാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ ശിക്ഷകൾ നേരിടേണ്ടി വരുന്നത്. അത് ഈശ്വരനായിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുത്ത ശിക്ഷയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ചുരുക്കം പറഞ്ഞല്ല, ഈ ഒരു തേർഡ് പേഴ്സൺ ഇരന്ന് വാങ്ങിയ ഒരു ശിക്ഷ തന്നെയാണ് എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. എന്നിരുന്നാലും അവർക്കൊരു സന്തോഷം കിട്ടുന്നില്ല. കാരണം 4 വശത്തുനിന്നും അവർക്ക് ചതിവ് നേരിടുമല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെടുത്തൊന്നും സംസാരിക്കാൻ പോലും ഇപ്പോൾ ഭയമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്തും, അതായത് ഇവരായിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്തോട്ട് സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ അടുത്ത്, ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവർ ശരിക്കും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയാണ് കലഹം ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തേർഡ് പേഴ്സണെ കാണാൻ ചെല്ലുന്നതും കോൺടാക്റ്റ് ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും കോൾസ് ചെയ്യുന്നതും. തേർഡ് പേഴ്സൺ ഇപ്പോൾ എല്ലാവരെയും ഭയമാണ്. കാരണം അവർക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ഉറക്കമില്ല. അവർ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ അവരൊരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കുന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നേക്കാം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളെന്ന പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആലോചിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അവർ തിരിച്ചു വരണം എന്നാണ് നിങ്ങളിപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോഴും നിങ്ങൾ അവരെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളെന്ന പേഴ്സൺ ഒത്തിരി ആൾക്കാരുടെ അടുത്ത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അറിയാവുന്നവരുടെ അടുത്തെല്ലാം നിങ്ങൾ പറയുന്നത് ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല, നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി എന്ന് കാണിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് പലതവണയും നിങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും ചോദിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നാവിനെയും കൈകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മൊബൈൽ എടുക്കുകയാണെങ്കിൽ തന്നെയും അവരെ ഒന്ന് കോൾ ചെയ്യണം, അവർക്കൊരു മെസ്സേജ് അയക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവഗണന നിങ്ങൾക്ക് നേരിടാൻ വയ്യ. അതിന് പകരമായിട്ട് നിങ്ങൾ ശരിക്കും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ പേഴ്സണിനെ ഓർത്തിട്ട് കരയുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ
യൂണിവേഴ്സ് നോക്കിക്കോളും, യൂണിവേഴ്സ് രക്ഷിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ അവിടെ സമാധാനമായിട്ട് ഇരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. തേർഡ് പേഴ്സൺ ഇപ്പം കിട്ടുന്ന ശിക്ഷയുടെ, അതായത് അനുഭവിക്കേണ്ട ശിക്ഷയുടെ നൂറിലൊരംശം പോലും ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നൂറിലൊരംശം പോലും അനുഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ജീവിതം മടുത്തൊരവസ്ഥയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോഴും ഇപ്പം എത്തിയിരിക്കുകയാണ്. ഇനി ശരിക്കും നിങ്ങളെ ചതിച്ചതിന് ഈശ്വരൻ അവർക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഒട്ടും താങ്ങാൻ സാധിക്കുകയില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ കാരണക്കാരനോ ആയ ആ ഒരു തേർഡ് പേഴ്സൺ ആരാ എന്നുണ്ടെങ്കിലും അവർ ഫേസ് ചെയ്യേണ്ട ആ ഒരു കർമ്മം അവർ ഫേസ് ചെയ്യുക തന്നെ ഉണ്ടാകും. നിങ്ങളത് കാണുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ജോലി ചെയ്യുകയാണ് എന്നൊക്കെയാണെങ്കിൽ അവരുടെ ജോലി കാര്യത്തിൽ ഒരു തടസ്സം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് സ്വസ്ഥമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരുടെ സ്വന്തം കാര്യം പോലും ഇപ്പോൾ നോക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പക്ഷേ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, ഏകദേശം അവർക്ക് ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. പിന്നെ അവരിപ്പോൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ സാമ്പത്തികമൊക്കെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിലൊക്കെ ലോസ് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്തൊക്കെ നിങ്ങളിൽ നിന്ന് പോലും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിച്ച് സാമ്പത്തികം നിങ്ങളിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവർക്ക് ഓരോ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞ് പ്രശ്നമായ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വലിയ ആളായി എന്നുള്ള ഭാവത്തിലൊക്കെ നടന്നിട്ടുണ്ടാകാം. അവർ എന്തൊക്കെയോ ജയിച്ച മട്ടാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിരുന്ന, വലിയ അഹങ്കാരത്തോടുകൂടി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ദ്രോഹിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഇവിടെ നിരപരാധിയായിരുന്നു. നിങ്ങളെന്ന വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ശരിക്കും മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി ശരിക്കും നിങ്ങളെക്കുറിച്ചിട്ട് എന്തൊക്കെയോ വിഷം ഈ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ കുത്തിവെക്കുകയും ചെയ്തു. അവരെ കൊണ്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കുകയും അവരിൽ നിന്നും പല രീതിയിലും നിങ്ങൾക്ക് ടോർച്ചറിങ് ഒക്കെ അനുഭവപ്പെട്ട് നിങ്ങൾ മനസ്സാവാച അറിയാത്ത കാര്യത്തിന് പോലും നിങ്ങൾ ടോർച്ചറിങ് അനുഭവിക്കേണ്ടി വന്നു. നിങ്ങളുടെ ഭാഗം ഒന്ന് കേൾക്കാനോ, നിങ്ങളുടെ സത്യസന്ധത എന്താണെന്ന് മനസ്സിലാക്കാനോ, നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാനോ പോലും ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് സഫർ ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ശരിക്കും സഫർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും തേർഡ് പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇത്രയും മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് പോവില്ല. അവർ നിങ്ങൾക്കെതിരെ എന്തൊക്കെ കൂടോത്രമാണോ ബ്ലാക്ക് മാജിക് ആണോ ചെയ്തിരിക്കുന്നത് അതല്ല അതിൻ്റെ അപ്പുറമായിട്ട് തിരിച്ച് അവരിലേക്ക് തന്നെ എത്തുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷെ തോന്നിയിരിക്കാം നിങ്ങൾക്ക് ആരൊക്കെയോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് മാജിക് ഏറ്റിട്ടുണ്ട്. നിങ്ങളപ്പോൾ ശരിക്കും മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. അമ്പലങ്ങളിൽ പോയിട്ടോ ആരാധനാലയങ്ങളിൽ പോയിട്ടോ അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതിവിധികൾ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് ശരിയായി എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ നിന്നുമുള്ള ബ്ലാക്ക് മാജിക് എല്ലാം മാറിയിട്ട് അതെല്ലാം ഇപ്പോൾ തിരിച്ചു ചെല്ലുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അരികിലേക്കാണ്. തേർഡ് പേഴ്സൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു. ബ്ലാക്ക് മാജിക്കും പിന്നെ യൂണിവേഴ്സും എല്ലാം നിങ്ങളുടെ കൂടാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയൊക്കെ സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുക. നിങ്ങൾ അങ്ങോട്ട് പോകാതെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടിയെത്തും. അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള സ്നേഹവും നിങ്ങൾക്ക് അവരോടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു റിച്വൽ ഞാൻ പറഞ്ഞു തരാം. ആ ഒരു റിച്വലിനായിട്ട് ആവശ്യം നീല കളറിലെ പേനയാണ്. സ്കെച്ച് പെന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു ചെറിയ വെള്ള കളറിലെ പേപ്പറാണ്.
ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് തൊട്ട് മുകളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതുക, 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തേർഡ് പാർട്ടിയുടെ പേരെഴുതുക. തേർഡ് പാർട്ടി എന്ന് എഴുതിയാലും മതി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ പിരിയാൻ കാരണക്കാരായ പല ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പേര് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരറിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് മാത്രം എഴുതുന്നതായിരിക്കും നല്ലത്. 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേപ്പർ മെഴുകുതിരിയിൽ കത്തിച്ച് കളയുക. ഇത് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുക. സന്ധ്യയ്ക്ക് ശേഷം രാത്രി ഒരു 12 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആഷസ്, അതായത് ഇതിൻ്റെ ചാരം എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. ഇതൊരു 21 ഡേയ്സ് ചെയ്യേണ്ടതാണ്. ഇത് മെഴുകുതിരിയിൽ ഇങ്ങനെ കത്തി എരിയുമ്പോഴത്തേക്ക് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ കാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവർ നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. ഒരിക്കലും അവർ നശിച്ചു പോകുന്നതായിട്ടൊന്നും സങ്കല്പിക്കാതെ ചെയ്യാതിരിക്കുക. പിന്നെ 21 ദിവസത്തിന് ശേഷം ഈ കത്തിച്ചതിന് ശേഷം ബാക്കി വരുന്ന ചാരം ഉണ്ടല്ലോ, അത് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം നല്ല വെളിച്ചത്തിൽ, അതായത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറത്തി വിടുക. എന്നിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് താങ്ക്സും പറയുക. ഈ ഒരു റിച്വൽ ഒരിക്കലും ഹസ്ബൻഡും വൈഫും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കടന്നു വന്ന തേർഡ് പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക. ഭയങ്കര ദോഷം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. തിരിച്ചടി നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ ഒരു തിരിച്ചടിയൊക്കെ നിങ്ങൾ അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. എപ്പോഴും റിച്വൽസ് ആണെങ്കിലും എന്താണെങ്കിലും പ്രാർത്ഥനയാണെങ്കിൽ പോലും നല്ല കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും ഒരാളെ ശപിക്കാനോ ഒരാൾക്ക് ദോഷം വരാനോ ഒരാൾ മരണപ്പെടാനോ ഇതിനൊന്നും വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. കാരണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ദോഷം ഉണ്ടാക്കും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിലെ കലഹം, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബ്ലാക്ക് മാജിക് കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു റീഡിംഗ് എടുത്ത് നോക്കണം. എവിടാണ് നിങ്ങളുടെ ബ്ലോക്കേജ് എന്നുള്ളത്. അത് ആ ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് കൊണ്ടിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടതാണോ, അത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. റീഡിംഗ് എടുക്കുന്നതിലൂടെ റീഡിങ്ങിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കുറേ സൊല്യൂഷൻസ് കിട്ടുന്നതാണ്. ഇപ്പം അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് റിച്വൽസ് തയ്യാറാക്കിയാണ് നൽകുന്നത്. നിങ്ങളുടെ പേരുപയോഗിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് അനുയോജ്യമായിട്ടുള്ള റിച്വൽസാണ് തയ്യാറാക്കി നൽകുന്നത്. റിച്വൽസും ബ്രേസ്ലെറ്റും, കയ്യിലിടാൻ ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ട്. വലിയ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് തരുന്നത് യന്ത്രങ്ങളാണ്. അതുകൊണ്ടായിട്ട് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പ്രശ്ന പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.